നമസ്കാരം, എല്ലാവർക്കും വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ്. UP സ്കൂൾ അസിസ്റ്റന്റിന് വേണ്ടിയും ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഫിസിക്കൽ സയൻസിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ക്ലാസ് ആണ്. ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ എലമെൻറ്റുകളുടെ പ്രത്യേകതകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 ആണ് ഈ ക്ലാസ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ മറ്റ് ബ്ലോക്കിലെ എലമെൻറ്റുകളെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അഥവാ ആൽക്കലി ലോഹങ്ങൾ. ആദ്യത്തേത് ലിഥിയം ആണ്. അറ്റോമിക് നമ്പർ Z=3. Z ആണ് അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എന്ന് നമുക്കറിയാം. ലിഥിയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണ്. ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ഖരമൂലകം, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്, ഖരമൂലകമാണ് ലിഥിയം എന്ന് പറയുന്നത്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹ മൂലകമാണ് ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമൂലകം, ലൈറ്റസ്റ്റ് എലമെന്റ് ആണ് ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹമാണ് ലിഥിയം. വാക്സിൽ പൊതിഞ്ഞാണ് ലിഥിയം സൂക്ഷിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ലിഥിയത്തിന്റെ പ്രത്യേകതകൾ? ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹമാണ്, ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ഖരമൂലകം, ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമൂലകം, മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം. അടുത്ത ലോഹം സോഡിയമാണ്. Na അറ്റോമിക് നമ്പർ 11. പൊട്ടാസ്യം K ആണ് അതിൻ്റെ സിമ്പൽ. അറ്റോമിക് നമ്പർ 19. വെള്ളത്തിലിട്ടാൽ കത്തുന്ന മൂലകങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. വെള്ളത്തിലിട്ടാൽ കത്തുന്ന മൂലകങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. സോഡിയവും പൊട്ടാസ്യവും സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയിലാണ്. മൃദുലോഹങ്ങൾക്ക് ഉദാഹരണമാണ് സോഡിയവും പൊട്ടാസ്യവും. ബാത്തിങ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹം പൊട്ടാസ്യം. ബാത്തിങ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹം പൊട്ടാസ്യമാണ്. വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്നത് സോഡിയമാണ്. വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ നിറം ലഭിക്കാനായി ചേർക്കുന്നത് സോഡിയം. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ലോഹം സോഡിയമാണ്. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ലോഹം സോഡിയം. പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സ്വർണം പൂശാൻ ഉപയോഗിക്കുന്ന ലായനി പൊട്ടാസ്യം സയനൈഡ് ആണ്. സ്വർണം പൂശാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് പൊട്ടാസ്യം സയനൈഡ്. അടുത്ത എലമെന്റ് സീസിയം ആണ്. സിമ്പൽ CS. അറ്റോമിക് നമ്പർ 55 ആണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്ഥിരതയുള്ള മൂലകമാണ് സീസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എലമെന്റ് ആണ് സീസിയം. വിദ്യുത് ഋണത അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകമാണ് സീസിയം. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം സീസിയമാണ്. ആറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് സീസിയം. ആറ്റോമിക് ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് സീസിയം. അടുത്തതാണ് ഫ്രാൻസിയം. F6 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അറ്റോമിക് നമ്പർ 87 ആണ്. റേഡിയോ ആക്ടിവിറ്റി പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു ദ്രാവക മൂലകമാണ് ഫ്രാൻസിയം. റേഡിയോ ആക്ടിവിറ്റി പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു ദ്രാവക മൂലകമാണ് ഫ്രാൻസിയം. ദ്രാവക മൂലകം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. വിദ്യുത് ധനത, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മൂലകമാണ് ഫ്രാൻസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മൂലകമാണ് ഫ്രാൻസിയം. ഏറ്റവും കുറഞ്ഞ അർദ്ധായസുള്ള റേഡിയോ ആക്റ്റീവ് മൂലകം കൂടിയാണ് ഫ്രാൻസിയം. 22 മിനിറ്റ് ആണ് ഫ്രാൻസിയത്തിന്റെ അർദ്ധായസ്. ഏറ്റവും കുറഞ്ഞ അർദ്ധായസുള്ള റേഡിയോ ആക്റ്റീവ് മൂലകമാണ് ഫ്രാൻസിയം. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകൾ ഏതൊക്കെയായിരുന്നു? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, സീസിയം, ഫ്രാൻസിയം. ഇടയ്ക്ക് റുബീഡിയം ഉണ്ട്, പക്ഷെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റുകളെ കുറിച്ച് പഠിക്കാം. അടുത്തത് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത്. അതിൽ ആദ്യത്തത് ബെറിലിയമാണ്. Be കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ Z=4 ആണ്. പ്രകൃതിയാലുള്ള ഒരു ബെറിലിയം സംയുക്തമാണ് എമറാൾഡ്. പ്രകൃതിയിൽ തന്നെ കാണപ്പെടുന്ന ഒരു ബെറിലിയം സംയുക്തം ഏതാണ്? എമറാൾഡ് ആണ്. അടുത്ത എലമെന്റ് മെഗ്നീഷ്യമാണ്. Mg കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അറ്റോമിക് നമ്പർ Z=12. മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകമാണ് മെഗ്നീഷ്യം. മനുഷ്യ ശരീരത്തിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? മെഗ്നീഷ്യമാണ്. ഇലകളിലെ ക്ലോറോഫിലിൽ കാണപ്പെടുന്ന ലോഹം മെഗ്നീഷ്യമാണ്. ഇലകളിലെ ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? മെഗ്നീഷ്യമാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മെഗ്നീഷ്യമാണ്. ആന്റാസിഡായി പ്രവർത്തിക്കുന്ന ഒരു സംയുക്തം ഏതാണ്?
മിൽക്ക് ഓഫ് മെഗ്നീഷ്യ, അത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, മിൽക്ക് ഓഫ് മെഗ്നീഷ്യ. അതൊരു ആൻറ്റാസിഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംയുക്തമാണ്. അടുത്തത് കാൽഷ്യം ആണ്. Ca കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അറ്റോമിക് നമ്പർ 20 ആണ്. വെടിമരുന്ന് കത്തുമ്പോൾ ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നത് കാൽഷ്യമാണ്. വെടിമരുന്ന് കത്തുമ്പോൾ ഓറഞ്ച് നിറം ലഭിക്കാനായി ചേർക്കുന്നത് കാൽഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽഷ്യം. ലോഹം ഓർത്തു വയ്ക്കുക. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണ് കാൽഷ്യം. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം കാൽഷ്യമാണ്. മനുഷ്യ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് 10 മുതൽ 12 മില്ലിഗ്രാം വരെയാണ്. കാൽഷ്യത്തിൻ്റെ അളവ് മനുഷ്യ ശരീരത്തിൽ 10 തൊട്ട് 12 മില്ലിഗ്രാം വരെയാണ്. ഫലങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽഷ്യം കാർബൈഡ്. ഫലങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? കാൽഷ്യം കാർബൈഡ് ആണ്. സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് സിമന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്ന കാൽഷ്യം സംയുക്തമാണ് ജിപ്സം. അപ്പോൾ ജിപ്സം എന്ന് പറയുന്നത് ഒരു കാൽഷ്യം സംയുക്തമാണ്. അത് സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രതിമകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്ന കാൽഷ്യം സംയുക്തമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഒരു കാൽഷ്യം സംയുക്തത്തിന് ഉദാഹരണമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്രതിമകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ജിപ്സത്തിൽ നിന്നാണ് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കുന്നത്. ജിപ്സത്തെ 125 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? ബെറിലിയം, മെഗ്നീഷ്യം, കാൽഷ്യം എന്നിവയാണ്. അപ്പോൾ ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്